കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. രഹസ്യം പ്രയോഗിച്ച് പലതും നേടാം. നമ്മളുടെ ഇന്നത്തെ ചിന്താ വിഷയമാണ് രഹസ്യം. നമ്മൾ പലരും പറയാറുണ്ട് രഹസ്യം പരസ്യമാക്കരുത്. രഹസ്യം പറയുന്ന ഒരു തന്ത്രം, അതൊരു തന്ത്രമാണ്. രഹസ്യം പരസ്യമാക്കാതെ പണ്ട് കാലത്ത് പലരും അത് അവരുടെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് അത് കൈവിട്ടു പോയാലോ എന്ന് കരുതി അവരത് ആർക്കും, സാധാരണ ജനങ്ങൾക്കൊന്നും പറഞ്ഞു തരാതെ, എങ്ങനെയാണ് ജീവിതത്തിലേക്ക് നടന്നെടുക്കുക എന്ന് പറയാൻ പറ്റാതെ അവര് ഈ രഹസ്യം സ്വന്തമാക്കി വെച്ചിരുന്നു. നമ്മളെ പോലെയുള്ളവർക്ക് ആ രഹസ്യം പരസ്യമാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. എന്താണ്, എങ്ങനെയാണ് നമുക്ക് രഹസ്യം കൊണ്ട് പലതും നേടാൻ സാധിക്കുന്നതെന്ന് നോക്കാം. എന്റെ ഏറ്റവും തീവ്രമായ ഒരു പരാജയം, അതിൽ നിന്നാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യം വരിക എന്ന് ഞാൻ അറിഞ്ഞില്ല. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത്, ഇനി എന്ത് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ രഹസ്യം അറിയാനിടയായത്. ഈ രഹസ്യത്തിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ രഹസ്യം മനസ്സിലാക്കുകയും അത് ലൈഫിൽ പ്രയോഗിക്കുകയും അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയും അതിനെ നമ്മൾ ബിലീഫ് ചെയ്ത് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടിയാണ് നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം വന്നത്. ഇപ്പൊ ഏറ്റവും വലിയ തീവ്രമായ പരാജയത്തിൽ നിന്നാണ് നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. രഹസ്യം കൊണ്ട് പലരും പലതും നേടിയിട്ടുണ്ട്. ഇന്ന് വൻതോതിൽ പണം, വലിയ വീട്, വലിയ കാറ്, ആഗ്രഹിച്ച ജോലി, ജീവിത പങ്കാളി, എന്തിനു വേണ്ടി പ്രമോഷൻ, ജോലിയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം, താൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വലിയൊരു ബിസിനസ്സിലുള്ള തകർച്ചയിൽ നിന്ന് കരകയറുക, ഇങ്ങനെ എന്തും നമ്മൾ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാൻ പറ്റുന്ന ഒരു രഹസ്യമാണത്. എങ്ങനെയെന്ന് വിചാരിക്കാം. പണം ആവശ്യമുള്ളവന്റെ കയ്യിലേക്ക് പണം വെച്ച് തന്നാലേ പണം കിട്ടിയാലേ അവന്റെ കാര്യം നടക്കുള്ളൂ. എങ്കിലും നമ്മൾ ഈ പ്രയോഗിക്കുന്ന രഹസ്യം, അല്ലെങ്കിൽ നമ്മൾ ഈ കരുതുന്ന ചിന്തകള്, അതിൽ നിന്ന് നമുക്കത് പണമാക്കുന്ന ഈ രഹസ്യത്തിൽ നിന്ന് പലതും നേടാമെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വിജയം കൊണ്ട് വൻ വിജയമാക്കി തീർക്കാം നമുക്ക് നമ്മുടെ ജീവിതങ്ങള്. നിരവധി അനുഭവങ്ങളിൽ ലോകത്തെ പല കോണുകളിൽ നിന്നും നിരന്തരം നമ്മളെ വിളിച്ച് പറയാറുണ്ട്. പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളും നമുക്ക് രഹസ്യത്തിൽ നിന്ന് നേടി സ്വന്തമാക്കിക്കൂടെ, വിജയമാക്കിക്കൂടെ? ഈ രഹസ്യത്തിലൂടെ ലഭിച്ച ആനന്ദം, ആ ആനന്ദം നമുക്ക് അനുഭവിക്കാം. ആദ്യം നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഇന്ന് വരെ ആരും ആയിക്കോട്ടെ, ധനികനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, മറ്റെന്തൊക്കെ കുറവുകളുള്ള മനുഷ്യനായിക്കോട്ടെ, നമുക്കിതൊന്നും പ്രശ്നമല്ല. ഇന്ന് വരെ, ഇപ്പൊ വരെ നമ്മൾ ആരായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഒന്നുണ്ട്, ഈ രഹസ്യം, നമ്മൾ ആഗ്രഹിക്കുന്ന രഹസ്യം നമുക്ക് എന്തും നേടിത്തരും. അതെങ്ങനെയെന്ന് വെച്ചാല്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് വിചാരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന രഹസ്യം എന്തും നമുക്ക് നേടിത്തരാൻ വേണ്ടി നമ്മൾ ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ രഹസ്യമാണ് നമ്മുടെ പ്രപഞ്ചശക്തി. ഈ പ്രപഞ്ചശക്തിയാകുന്ന രഹസ്യത്തിൽ നിന്ന് നമുക്ക് എന്തും നേടാൻ സാധിക്കും. ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നുവോ എന്തും നേടാൻ സാധിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ രഹസ്യത്തെ വിശ്വസിക്കണം. ആ രഹസ്യത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അത് നേടാനുള്ള തീവ്രമായ കാൽവയ്പ്പുകൾ വെച്ച് വേണം മുന്നോട്ട് പോകാൻ. അതിൽ നിന്ന് നമുക്ക് പലതും സാധിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനെ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. ഈ രഹസ്യം എങ്ങനെയാണെന്ന് നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക.